പതിറ്റാണ്ടുകളായുള്ള ഭരണപരമായ ആവശ്യങ്ങളും പ്രാദേശിക വികസന മുറവിളികളും വീണ്ടും സജീവമാക്കി സംസ്ഥാനത്ത് പുതിയ ജില്ലകളുടെ രൂപവൽക്കരണ ചർച്ചകൾ കൊഴുക്കുന്നു. മലപ്പുറം ജില്ലയെ വീണ്ടും വിഭജിക്കണമെന്ന ആവശ്യവുമായി മുസ്ലിം ലീഗ് ശക്തമായി രംഗത്ത് വന്നതും മുഖ്യമന്ത്രി വി ഡി സതീശൻ മൂവാറ്റുപുഴയിൽ പുതിയ ജില്ലാ പുനർനിർണയ കമ്മീഷനെക്കുറിച്ച് നടത്തിയ സൂചനയുമാണ് വിഷയം വീണ്ടും വീടുവിടാന്തരം സജീവ ചർച്ചയാകുന്നത്. നിലവിലെ വമ്പൻ ജില്ലകളെ വിഭജിച്ച് ഭരണസൗകര്യം വർദ്ധിപ്പിക്കണമെന്ന വാദം ശക്തമാകുമ്പോൾ മലപ്പുറം, പാലക്കാട്, എറണാകുളം, തിരുവനന്തപുരം തുടങ്ങിയ ജില്ലകളുടെ അതിർത്തികൾ പുനർനിർണയിക്കപ്പെട്ടേക്കാം. മലപ്പുറത്തെ 2-3 ആയി പിളർക്കുകയും പാലക്കാടിന്റെ പടിഞ്ഞാറൻ മേഖലകളെ ചേർത്ത് പുതിയ ജില്ല രൂപവൽക്കരിക്കുകയും ചെയ്താൽ മലബാർ മേഖലയിൽ മാത്രം 4ഓളം പുതിയ ജില്ലകൾ നിലവിൽ വരാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്. മലപ്പുറം ജില്ലയുടെ വലിപ്പവും ജനസംഖ്യാ പെരുപ്പവും കാരണം ഭരണപരമായ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് വേഗത്തിലെത്തിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് ലീഗിന്റെ പ്രധാന വാദം. മലപ്പുറത്തെ വിഭജിച്ച് തിരൂർ കേന്ദ്രമാക്കി പുതിയ ജില്ല രൂപവൽക്കരിക്കണമെന്നത് ലീഗിന്റെ ദീർഘകാല ആവശ്യമാണ്. ഇതിനു പുറമെ മലപ്പുറം, പാലക്കാട് ജില്ലകളുടെ അതിർത്തി പ്രദേശങ്ങൾ കൂട്ടിച്ചേർത്ത് മറ്റൊരു ജില്ല കൂടി രൂപവൽക്കരിക്കാമെന്ന നിർദ്ദേശവും ഉയർന്നു വരുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും പുതിയ ജില്ലകൾക്കായി മുറവിളി ശക്തമായിട്ടുണ്ട്. 4.5 പതിറ്റാണ്ടിന്റെ പഴക്കമുള്ള മൂവാറ്റുപുഴ ജില്ലയെന്ന സ്വപ്നം വീണ്ടും തളരിടുമ്പോൾ തെക്കൻ അതിർത്തിയിൽ നെയ്യാറ്റിൻകരയെ ജില്ലയാക്കണമെന്ന ജനങ്ങളുടെ ആവശ്യത്തിന് വീണ്ടും ജീവൻ വച്ചിരിക്കുകയാണ്. 1982-ൽ പത്തനംതിട്ട ജില്ലയുടെ പ്രഖ്യാപനത്തിനിടെ അന്നത്തെ മുഖ്യമന്ത്രി കെ കരുണാകരനാണ് മൂവാറ്റുപുഴയെ അടുത്ത ജില്ലയായി ഉയർത്തിക്കാട്ടിയത്. തുടർന്ന് ഡോക്ടർ ഡി ബാബു പോളിന്റെ നേതൃത്വത്തിൽ പഠന കമ്മീഷനെ നിയമിച്ചെങ്കിലും റിപ്പോർട്ട് രാഷ്ട്രീയ കാരണങ്ങളാൽ വെളിച്ചം കണ്ടില്ല. അതിനുശേഷം കരുണാകരന് ശേഷം ഇതാദ്യമായാണ് ഒരു മുഖ്യമന്ത്രി മൂവാറ്റുപുഴയിൽ വെച്ച് ജില്ലാ പുനർനിർണയ കമ്മീഷനെ കുറിച്ച് തുറന്നു പറയുന്നത്. എന്നാൽ ഒരു ജില്ലയുടെ മാത്രം രൂപവൽക്കരണം പ്രായോഗികമല്ലാത്തതിനാൽ പുതിയ കമ്മീഷൻ വരികയാണെങ്കിൽ അത് സംസ്ഥാനത്തൊട്ടാകെയുള്ള ജില്ലാ പുനർനിർണയത്തെ ബാധിക്കും. മൂവാറ്റുപുഴയ്ക്കും തിരൂരിനും പുറമെ തിരുവനന്തപുരത്തിന്റെ തെക്കൻ മേഖലകളെ ഏകോപിപ്പിച്ച് നെയ്യാറ്റിൻകര കേന്ദ്രമാക്കിയും വടക്കൻ മലബാറിൽ വേറെയും ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടേക്കാം. അതേസമയം പുതിയ ജില്ലാ രൂപവൽക്കരണത്തിന് മുന്നിൽ നിരവധി കടമ്പകളാണ് ഉയർന്നു വരുന്നത്. വ്യാവസായിക നഗരമായ എറണാകുളത്തോട് ചേർന്നു നിൽക്കാനാണ് മൂവാറ്റുപുഴയോട് ചേർന്നുള്ള കുന്നത്തുനാട്, പെരുമ്പാവൂർ മേഖലകളിലെ വലിയൊരു വിഭാഗത്തിന് താൽപര്യം. വ്യവസായ നഗരത്തിന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയും രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കുണ്ട്. പിറവം മേഖലയിലേക്ക് വികസന പദ്ധതികൾ വൻതോതിലെത്തിയതോടെ മൂവാറ്റുപുഴ ജില്ലയുടെ ഭാഗമാകാൻ അവിടെയുള്ളവർക്കും താൽപര്യം കുറഞ്ഞിട്ടുണ്ട്. ആമ്പല്ലൂർ, മുളന്തുരുത്തി പ്രദേശങ്ങളിൽ IT അടിസ്ഥാനമാക്കിയുള്ള വികസനങ്ങൾ എത്തുമ്പോൾ എറണാകുളം ജില്ലയിൽ തുടരാനാണ് ജനങ്ങൾ താൽപര്യപ്പെടുന്നത്. ഇത് പുതിയ അതിർത്തി നിർണയത്തിന് വലിയ വെല്ലുവിളിയാണ്. ഇടുക്കി ജില്ലയുടെ ഭാഗമായ തൊടുപുഴയെ മൂവാറ്റുപുഴ ജില്ലയിലേക്ക് മാറ്റുന്നതിനും നിരവധി പ്രതിസന്ധികളുണ്ട്. ഇടുക്കിയിലെ ഭാഷാ ന്യൂനപക്ഷ പ്രശ്നങ്ങൾ, മുല്ലപ്പെരിയാർ തർക്കങ്ങൾ, തോട്ടം മേഖലയിലെ പ്രശ്നങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യാൻ തൊടുപുഴ ഇടുക്കിയിൽ തന്നെ തുടരുന്നതാണ് അനുയോജ്യമെന്ന വാദമുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അതിർത്തി നിർണയവും സാമ്പത്തിക ബാധ്യതയുമൊക്കെയാണ് മറ്റൊന്ന്. പുതിയൊരു ജില്ല നിലവിൽ വരുമ്പോൾ കളക്ടറേറ്റ്, ജില്ലാ ആസ്ഥാനം, ജില്ലാ കോടതി എന്നിവയ്ക്ക് പുറമെ കുറഞ്ഞത് 36ഓളം വരുന്ന സർക്കാർ വകുപ്പുകളുടെ ജില്ലാതല ഓഫീസുകൾ സജ്ജമാക്കണം. നിലവിലെ സാമ്പത്തിക ചുറ്റുപാടിൽ ഇത് സംസ്ഥാനത്തിന് അധിക ബാധ്യതയുമാണ്. എന്നാൽ വികസന സാധ്യതകൾ നോക്കുമ്പോൾ മൂവാറ്റുപുഴയ്ക്കും നെയ്യാറ്റിൻകരയ്ക്കും തിരൂരിനുമെല്ലാം അനുകൂലമായ പല ഘടകങ്ങളുമുണ്ട്.